ഇന്ന് ആട്ടപ്പൊടി കൊണ്ടൊരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് ആട്ടപ്പൊടി ഞാൻ നനച്ചെടുക്കുന്നുണ്ട്. പുട്ടിൻ്റെ ഭാഗത്തിൽ നനച്ചെടുത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലായിട്ടാണ് ഇടുന്നത്. ഇഡ്ഡലി പാത്രത്തിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് താളിക്കും കേട്ടോ, കടുക് താളിക്കണം. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി ചതച്ചിട്ട്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റണം. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ആട്ടപ്പൊടി കൊണ്ടാണ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മാവ്, പുഴുങ്ങിയതാണ് ആട്ടപ്പൊടി, നനച്ചിട്ട് പുഴുങ്ങിയെടുത്തതാണ്. പുട്ടിൻ്റെ പാത്രത്തിൽ പുഴുങ്ങിയെടുത്ത ഈ പൊടി നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്.